രാഹുലിനെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പഴയ പേര് ഓർമ്മിപ്പിച്ചു. അത് ശരിയായ ഒരു രീതിയാണോ? കാരണം നിങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്ന ഞാൻ ആ പദം ഉപയോഗിച്ചത് അങ്ങനെയാണ്, പക്വതയില്ലായ്മ എന്നാണ്. അതിന്റെ മറ്റൊരു പാരാത് തെക്കാനും വടക്കാനും നടന്നുകൊണ്ടൊന്നും ഇന്ത്യ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ രണ്ട് പുസ്തകത്തിലും ഞാൻ പറഞ്ഞു, പത്രസമ്മേളനത്തിലും പറഞ്ഞു, ആദ്യം അദ്ദേഹം വായിക്കേണ്ട 2 പുസ്തകമുണ്ട്. മാസമൊന്നും വായിക്കണ്ട, അത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ 2 വായിക്കാം. അതേതാണെന്ന് വെച്ചാൽ ഒന്ന് ഇന്ത്യയെ കണ്ടെത്തലാണ്, മറ്റൊന്ന് വിശ്വ ചരിത്രാവലോകനം. അത് രണ്ടും നെഹ്റുവിൻ്റെയാണ്. അത് വായിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും ധാരണയും വ്യക്തതയും വരുമ്പോഴല്ലേ ഒരു രാഷ്ട്രീയക്കാരനാവാൻ സാധിക്കുക. അല്ലാണ്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു, അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്ന് ബോംബെയിൽ വരെ നടന്നു എന്നുള്ള കാര്യമുണ്ടോ? ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നിട്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ ഈ നിലയിൽ കടന്നാക്രമിക്കുന്നതിൽ അതെങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുക? അത് ഞങ്ങൾ ഉള്ളതുപോലെ കാണുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഒന്നും അധികം കാണണ്ട, ഒന്നും കുറച്ചും കാണണ്ട. അണ്ടർ എസ്റ്റിമേറ്റും ഇല്ല, ഓവർ എസ്റ്റിമേറ്റ്, കൃത്യമായിട്ട് കാണുക. അപ്പോൾ രാഹുൽ ഗാന്ധിയോടുള്ള നമ്മുടെ വിമർശനം ഞങ്ങൾ പറഞ്ഞു. ആ വിമർശനത്തെ അല്ലും പറയല്ല വേണ്ടേ. ആ വിമർശനത്തെ നേരിടാൻ വേണ്ടിയിട്ട് കരുത്തുണ്ടാവണം, പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയമായിട്ട്. അതിന് പകരം തോന്നിയാസം പറയല്ല വേണ്ടേ. അത് രാഹുൽ ഗാന്ധി തോന്നിയതും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തോന്നിയതും പറഞ്ഞു എന്ന് പറയും. ആ വിമർശനത്തിൽ നിന്നും വിട്ടുവീഴ്ചയായിരുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. രാഹുലിനെതിരായ വിമർശനം ഗുണം ചെയ്യുന്നത് നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദിയും ഈ കോൺഗ്രസ് തമ്മിൽ എവിടെയെങ്കിലും മത്സരിക്കണ്ടേ? നരേന്ദ്രമോദിക്കെതിരായിട്ടാണോ അവിടെ ഈ കോൺഗ്രസ് മത്സരിക്കുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടല്ലേ. അതിന് ജനറൽ സെക്രട്ടറി, അതിന് സംഘടനാ ജനറൽ സെക്രട്ടറിയും അതിൻ്റെ ഏറ്റവും തടസ്സൊട്ടപ്പനാണെന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്നത് ഹിന്ദി മേഖലയിലെ BJPക്കെതിരായിട്ടാണോ? ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ടല്ലേ മത്സരിക്കുന്നത്? BJP ഒരു കാര്യമില്ല, വെറുതെ പറയാം.